ദസറ ആഘോഷത്തിനിടെ JNUവിൽ ഇടത് ഇസ്ലാമിക് ഭീകരരുടെ ആക്രമണം. ദസറ ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര കടന്നുപോകുമ്പോഴായിരുന്നു ആക്രമണം. തീവ്ര ഇടത് സംഘടന ഐസ നേതാവും JNSU പ്രസിഡന്റുമായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം നടന്നത്. വിവരങ്ങൾ ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ ഐസയുടെയും അതോടൊപ്പം തന്നെ ജിഹാദി സംഘടനകളുടെയും നേതാക്കളെ പ്രകോപിപ്പിച്ചത് ഈ ദസറ ആഘോഷമാണോ? ദസറ ആഘോഷത്തിന്റെ ഭാഗമായ ഒരു പ്രൊസഷൻ ആ ക്യാമ്പസിനുള്ളിലൂടെ വിദ്യാർത്ഥികളുടേതായി കടന്നു പോവുകയായിരുന്നു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരും തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ രാവണനെ കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ ഈ ഉമർ ഖാലിദിന്റെയും മറ്റും ഈ കൊടും ഭീകരവാദികൾ, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൊടും ഭീകരവാദികളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഉമർ ഖാലിദും അജ്മൽ കസബിന്റെയും മുഖം ഈ രാവണന് വെച്ചു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് രാവിലെ മുതൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ രാജ്യത്തെ പൗരന്മാർ, ഈ രാജ്യത്തെ ജനങ്ങൾ ഈ കൊടും തീവ്രവാദികളെ ആ രീതിയിൽ തന്നെയായിരിക്കും പരിഗണിക്കുന്നത് എന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം മുൻകാലങ്ങളിലെ കരുത്ത് ഈ ഇടത് ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്ക് ഇന്ന് JNUവിൽ ഇല്ല. ആ ഒരു കാരണത്താൽ കൂടി തന്നെ അവിടെ ഈ ദസറ ആഘോഷങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുകയും ഈ രാവണന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് ഈ കൊടും ഭീകരവാദികളുടെ മുഖം വെച്ച് ആ രാവണനെ കത്തിക്കുക എന്ന ചടങ്ങാണ് ഉദ്ദേശിച്ചിരുന്നതും. ആ പ്രൊസഷൻ ഇങ്ങനെ കടന്നു വരവെയാണ് ഈ JNSU പ്രസിഡന്റ് ഐസയുടെ നേതാവ്, ഈ ഐസ എന്ന് പറയുന്നത് ഗുരുതരമായ തീവ്ര സ്വഭാവമുള്ള ഇടത് സംഘടനയാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഛത്തീസ്ഗഡിലെയും ബീജാപ്പൂരിലെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ തോക്കുമായാണ് ഇറങ്ങുന്നതെങ്കിൽ ഈ ഐസയുടെ ഭീകരർ, കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇറങ്ങുന്നത് ആശയപ്രചരണം എന്ന രീതിയിലാണ്. അതിന്റെ പ്രസിഡന്റ് കൂടിയായ JNSU പ്രസിഡന്റ് കൂടിയായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇതിന് നേർക്ക് സബർമതി സെന്റർ ഉണ്ട് അവിടെ, അതിന്റെ മുന്നിൽ വെച്ച് ഇതിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. മുദ്രാവാക്യം വിളികളുമായി ഇത് തടഞ്ഞു. വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം മുഴക്കി. ഇടയ്ക്ക് ഉന്തും തള്ളും ഉണ്ടായി. സ്വാഭാവികമായും ഉദ്ദേശിക്കേണ്ടത് ഈ ദസറ എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ ആഘോഷിക്കുന്നതാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെ വലിയ ആഘോഷമാണ് അത്. അതിനെയാണ് ഈ കൊടും ഭീകര സംഘടന ഐസയുടെ നേതൃത്വത്തിൽ DSUവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തടയുകയുണ്ടായതും ആക്രമിക്കാൻ ശ്രമിച്ചതും. ആർക്കും നിലവിൽ പരിക്കേറ്റതായോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ചടങ്ങ് അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്തായാലും JNUവിൽ പിടി അയയുകയാണ് ഈ കൊടും ഭീകര സംഘടനകളുടെ. അതിന്റെ കഴിഞ്ഞ ദിവസം 250-ലധികം സ്വയം സേവകർ പങ്കെടുത്ത റൂട്ട് മാർച്ച്, പഥസഞ്ചലനം ആ JNU ക്യാമ്പസിൽ നടന്നിരുന്നു. ഇതൊക്കെ ഒരു പക്ഷേ അവരെ വിറളി പിടിപ്പിച്ചിട്ടുണ്ടാകാം. നിലവിൽ സമാധാനപരമായ അന്തരീക്ഷമാണ്. പക്ഷേ ജാഗ്രതയോടെയാണ് പോലീസ് ഇരിക്കുന്നത്. JNU ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ നടത്തിയ ദസറ ആഘോഷത്തിന് നേരെ ഇടത് ജിഹാദി ശക്തികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ദസറ പ്രൊസഷൻ കടന്നുപോകുന്ന സമയത്താണ് JNU സ്റ്റുഡൻസ് യൂണിയൻ നേതാവും ഐസ നേതാവിൻ്റെയും നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.